മലയാളമാണെൻ്റെ ഭാഷ, എന്തു സുഖമാണതു കേൾക്കാൻ. മലയാളം പഠിക്കാം 10-10 ഭാഗം നമ്പർ 26 ഏവർക്കും സ്വാഗതം. കടുത്ത പ്രതിസന്ധികളെയും അവഗണനകളെയും അതിജീവിച്ച് വിജയത്തിലെത്തിയ ഒരാളുടെ ഹൃദയസ്പർശിയായ ഓർമ്മക്കുറിപ്പാണിത്. ദാരിദ്ര്യത്തിൽ നിന്ന് അധ്വാനശീലത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും ജീവിതം കെട്ടിപ്പടുത്ത കഥ പറയുന്ന ഈ പുസ്തകം വായനക്കാർക്ക് വലിയ പ്രചോദനവും ഒപ്പം നെഞ്ചിൽ ഒരു വിങ്ങലും നൽകുന്നതാണ്. കൃതി ഏത്? ശരി ഉത്തരം കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ ആണ്. ബാബു എബ്രഹാമിൻ്റെ പുസ്തകത്തിലെ വിവരണത്തിൽ അസത്യത്തിൻ്റെ അംശങ്ങളുണ്ടെന്ന് വിമർശനമുയർന്നിട്ടുണ്ട്. ഈ കൃതിയുടെ 2ാം ഭാഗമാണ് പാറത്തോട്ടിൽ നിന്ന് പാരീസിലേക്ക് എന്ന പേരിൽ മാതൃഭൂമി ഓൺലൈനിൽ ഇപ്പോൾ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു വരുന്നത്. 2. കേരള നവോത്ഥാന ചരിത്രത്തെ പുനർവായിക്കുന്ന നോവൽ പതമ്പ് ആരുടെ രചനയാണ്? ശരി ഉത്തരം ശ്രീനാഥ് ശങ്കരൻകുട്ടിയാണ്. 3. അറബ് നഗരത്തിൽ റേഡിയോ ജോക്കിയായി ജോലി ചെയ്യുന്ന പാകിസ്ഥാനി പെൺകുട്ടി സമീറ പർവീണിൻ്റെ കഥ പറയുന്ന നോവൽ ഏത്? ശരി ഉത്തരം മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ആണ്. ഈ നോവലുകളെല്ലാം ബെന്യാമീൻ്റേതാണ്. 4. മുരിങ്ങ വാഴ കറിവേപ്പ് ഈ പുസ്തകം ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? ശരി ഉത്തരം കവിത ആണ്. അനിത തമ്പിയാണ് ഈ കവിതാ സമാഹാരം എഴുതിയിട്ടുള്ളത്. 5. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 2022 സേതു നോവലിസ്റ്റ്, 2023 എസ് കെ വസന്തൻ നോവലിസ്റ്റ് നിരൂപകൻ, 24 NS മാധവൻ നോവലിസ്റ്റ് കഥാകാരൻ, 25 KG ശങ്കരപിള്ള കവി. ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. എഴുത്തച്ഛൻ പുരസ്കാര ജേതാക്കളുടെ വിവരങ്ങളാണിത്. 6. മഹാഭാരതത്തിലെ സംഭവങ്ങളെ ആസ്പദമാക്കി എഴുതിയ 44 കവിതകൾ ഉൾപ്പെടുന്ന ആഗ്നേയം ആരുടേതാണ്? ശരി ഉത്തരം അശ്വതി എസ് ദേവി ആണ്. ആഗ്നേയം എന്ന പ്രശസ്ത നോവൽ പി വത്സലയുടേതാണ്. ആഗ്നേയം എന്ന സിനിമയുടെ കഥ ജോൺ സക്രിയയുടേതാണ്. ആഗ്നേയാസ്ത്രം എന്ന കവിതാ സമാഹാരം ചെമ്മനം ചാക്കോയുടേതാണ്. 7. സംസ്ഥാനത്തെ ആദ്യ സമഗ്ര അന്തർദേശീയ വിദ്യാലയം ഏത് ജില്ലയിലാണ്? ശരി ഉത്തരം കണ്ണൂർ ആണ്. കണ്ണൂരിലുള്ള മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ പദവി നേടിയ കേരളത്തിലെ ആദ്യ വിദ്യാലയം. 8. ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ക്ലാസ് മുറി എപ്പോഴാണ് കുട്ടികളുടേതാവുന്നത് എന്ന പുസ്തകം ആരെഴുതിയതാണ്? ശരി ഉത്തരം MM സുരേന്ദ്രൻ ആണ്. ഗിജുഭായ് എഴുതിയ ദിവാസ്വപ്നം, വിഗോട്സ്കിയുടെ ചിന്തയും ഭാഷയും, പൗലോ ഫ്രയറിൻ്റെ മർദ്ദിതരുടെ ബോധനശാസ്ത്രം, ആൻസ്റ്റൺ സിൽവിയ വാർണറുടെ ടീച്ചർ എന്നീ കൃതികൾ അധ്യാപകരാവാൻ കൊതിക്കുന്നവർ വായിക്കുന്നത് നല്ലതാണ്. 10. പുഴ കടന്ന് പൂക്കളുടെ താഴ്വരയിലേക്ക് ആരുടെ കൃതിയാണ്? ശരി ഉത്തരം മോഹൻലാൽ ആണ്. ഇത്തരത്തിലുള്ള നിരവധി ഗൂഗിൾ ഷീറ്റ് ചോദ്യങ്ങൾ മലയാള മാഷ് ബ്ലോഗിലെ KTET/PSC എന്ന ലിങ്കിൽ ലഭ്യമാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ വിദ്യാഭ്യാസ വീഡിയോകൾക്ക് @ജനുമാഷ് JENUMASH എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. നന്ദി.